നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ വിവരമറിയുമെന്ന് കെ സുധാകരൻ. സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള VD സതീശന്റെ ശ്രമങ്ങൾ ഊർജിതമായിരിക്കെയാണ് ഇത്തരത്തിൽ കടുത്ത പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. കെ സുധാകരൻ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ കെ സുധാകരന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. സുധാകരനെ ഏത് വിധേനയും PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഉറച്ച നിശ്ചയത്തിലൂടെ VD സതീശൻ മുന്നോട്ട് പോവുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുതിയൊരു KPCC പ്രസിഡന്റ് വരണമെന്നാണ് VD സതീശൻ ആവശ്യപ്പെടുന്നതെങ്കിലും ഒരു കാരണവശാലും കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റരുതെന്നാണ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള നേതൃനിര കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി AICCയിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എല്ലാ കോൺഗ്രസ് നേതാക്കളെയും ഒറ്റതിരിഞ്ഞ് കണ്ടിരുന്നു. അവരെല്ലാവരും തന്നെ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള കർശന നിലപാടാണ് എടുത്തത്. എന്നാൽ VD സതീശനാകട്ടെ കെ സുധാകരനെ വച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞത്. തന്നെ KPCC എക്സിക്യൂട്ടീവിലും രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലും ചില നേതാക്കൾ പരസ്യമായി അപമാനിച്ചതിന് പിന്നിൽ കെ സുധാകരന്റെ കയ്യുകളുണ്ടെന്നാണ് VD സതീശൻ അനുമാനിക്കുന്നത്. എന്നാൽ കെ സുധാകരനെ പോലൊരു നേതാവിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പകരം ആരെ കൊണ്ടുവരുമെന്നുള്ള സംശയവും AICCക്കുണ്ട്. തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയാൽ MP സ്ഥാനം അടക്കം രാജിവെക്കുമെന്നുള്ള സൂചന കെ സുധാകരൻ AICCക്ക് നൽകിയിരുന്നു. കണ്ണൂരിൽ തന്റെ പാർലമെന്റ് അംഗത്വം രാജിവെച്ചു പോലും താൻ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ മടിക്കില്ല എന്നുള്ള സൂചന കെ സുധാകരൻ നൽകിയതോടെയാണ് ഹൈക്കമാൻഡ് പതിയെ പത്തിമടക്കിയത്. അതുകൊണ്ട് തന്നെ VD സതീശൻ പറയുന്നത് പോലെ നീങ്ങിയാൽ കേരളത്തിലെ പാർട്ടി തകർന്ന് തരിപ്പണമാകുമെന്നുള്ള ഏറെക്കുറെ അത്തരത്തിലുള്ള ധാരണയും ഹൈക്കമാൻഡിന് കിട്ടി. കോൺഗ്രസ് നേതാക്കളെല്ലാം, പ്രത്യേകിച്ച് KPCCയിലെ സീനിയർ നേതാക്കളെല്ലാം കെ സുധാകരന് പിന്നിൽ അടിയറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കെ സുധാകരൻ ഒരു വശത്തും VD സതീശൻ ഒരു വശത്തും നിന്ന് ഏറ്റുമുട്ടുമ്പോൾ കെ സുധാകരന്റെ തട്ടിലാണ്, കെ സുധാകരന്റെ ത്രാസിലാണ് കനം കൂടുതൽ, ബലം കൂടുതൽ. കാരണം സീനിയർ നേതാക്കളെല്ലാം കെ സുധാകരനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചിരിക്കുന്നത്. അതേസമയം കെ സുധാകരനെ മാറ്റണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് അവതരിപ്പിക്കാൻ VD സതീശന് കഴിയുന്നുമില്ല. കാരണം ഷാഫി പറമ്പിനെ പോലുള്ള ചില യുവ നേതാക്കൾ മാത്രമാണ് ഇക്കാര്യത്തിൽ VD സതീശന് ഒപ്പം ഉള്ളത്. ഏതായാലും സുധാകരൻ തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്ന ഏകദേശ ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുധാകരനെ മാറ്റി പകരം ഒരാളെ കണ്ടെത്തുകയും അയാളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത് അത്ര പ്രായോഗികമല്ലെന്നും സുധാകരൻ ഏതായാലും 3.5 വർഷമായി തരക്കേടില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചുവെന്നും അല്പം അനാരോഗ്യം ഉണ്ടെങ്കിലൊക്കെ തന്നെ സുധാകരനാണ് മികച്ച ഒരു ആന്റി CPM മുഖമുള്ള അല്ലെങ്കിൽ CPM വിരുദ്ധ മുഖമുള്ള കോൺഗ്രസ് നേതാവെന്നും അതുകൊണ്ട് സുധാകരൻ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളെ നേരിടുമെന്നുമാണ് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ സീനിയർ നേതാക്കൾ പറയുന്നത്. ഏതാണ്ട് ഹൈക്കമാൻഡിനും അല്ലെങ്കിൽ ദീപാദാസ് മുൻഷിക്കും അതേ അഭിപ്രായം തന്നെ ആണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലും VD സതീശൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സതീശൻ ഒരു വശത്തും കെ സുധാകരന്റെ ഒപ്പം മറ്റു നേതാക്കൾ മറുവശത്തുമായി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കാൻ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മൂലം കഴിയുന്നില്ലെന്നുള്ള പരാതിയും കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ഏതായാലും കെ സുധാകരൻ അത്ര ഉടനെയൊന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പോകില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം.